ജനവാസ മേഖലയല്ലേ? ഇത് ജനവാസ മേഖലയാണ്. ഇന്ന് രാവിലെ ജോലിക്ക് പോയതാ. ഈ ചേച്ചിയുടെ മകനാണ് ഇത്. അവന്റെ കാലം നോക്കി, ആനനെ കണ്ട് പേടിച്ചിട്ട് ഓടിയതാ. മറിഞ്ഞു വീണ് കാല് നോക്കിക്കോ നിങ്ങള് വീഡിയോയില്. ഇതേ ഇവിടെ തന്നെ വെച്ചിട്ട് ഇവിടെ ആന വീണ്. ഇവിടെ ബാലൻസ് ആന ഈ പറയുന്ന കാട്ടാനയാണോ? അതെ. ഇവിടെ തള്ളയും കുഞ്ഞും കുഞ്ഞ് ആന ഇവിടെ വീണ് നടക്കണായിരുന്നു. അദ്ദേഹത്തിന്റെ കാലാണ് വീണ് പരിക്ക്. രാവിലെ സംഭവിച്ചാണോ? ഇന്ന് രാവിലെ ഇത് ആനയെ കണ്ട് ഓടി വീണതാണ്. ആന കണ്ട് ഓടി വീണത്. പരിക്കെന്ന് നോക്കിക്കോട്ടെ. ബൈക്കിൽ വരികയായിരുന്നു? ബൈക്കിലല്ലായിരുന്നു. എൻ്റെ വീട് എവിടെയാണ്? അടുത്താണ് വീട്. ആന കണ്ടപ്പോൾ ഓടിയതാണ്. രക്ഷപ്പെട്ടതായാലും ഞാൻ ഈ കൂലിപ്പണിക്ക് പോകണതാണ്. രാവിലെ പണിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ ആന, ഇവിടെ നിന്നാണ് ആന വന്നത്. കുഴി വീണ ആന അവിടെയായിരുന്നു. കുഴിയിൽ വീണ ആന ഇവിടുന്ന് ആന പാഞ്ഞ് ഓടി വരായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ചേച്ചിമാരെല്ലാവരും ഇവിടെ വന്ന് നോക്കിക്കണ്ടായി. എല്ലാവരും ഓടുകയും ചെയ്തു. തട്ടി വീണതാണത്. ആ സമയത്ത് ഒന്നും ഇവിടെ ഫോറസ്റ്റുകാർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഫോറസ്റ്റുകാർ ഒരു 5:30-5:45 ഫോറസ്റ്റുകാർ വന്നത്. ആ വീട് വരെ ഓടിച്ചു ആന. അപ്പോഴാണ് കൊച്ചു ഓടി അപ്പുറത്തേക്ക് ചാടിയത്. ഞങ്ങളെയൊക്കെ ഓടിച്ചു. ഞങ്ങളൊക്കെ പേർക്കാത്ത കയറി. പിന്നെ അവര് 5:30 ആയപ്പോൾ വന്ന സ്വിച്ച് ഓഫ് ആയിരുന്നു. അവരുടെ മൊബൈൽ മെമ്പർ വിളിച്ചു. എവർഗ്രീൻ ഡെപ്യൂട്ടിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞങ്ങൾക്ക് ഒരു ആപത്ത് വരുന്ന സമയത്ത് ഞങ്ങൾ വിളിക്കേണ്ടവരെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നുറങ്ങാണ്. അതാണ് അവസ്ഥ. അതെ, ഇത്രയ്ക്ക് ഇതായിട്ടുള്ള അവസ്ഥയാണ് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾക്ക് ഇതിന് പരിഹാരം കിട്ടണം. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. പിറന്ന മണ്ണിൽ ഞങ്ങൾക്ക് ജീവിക്കണം. നാട്ടുകാരുടെ പ്രതിഷേധം കണ്ടല്ലോ. ഇനി നമുക്ക് ആ കാട്ടാനക്കുട്ടി വീണ ആ കിണറിന്റെ അടുത്തേക്ക് കൂടി പോകാം. നമ്മൾ ഈ നിൽക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ്. അതായത് മലയാറ്റൂർ ഇല്ലിത്തോട് ബസ് റൂട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ബസ് റൂട്ടിനോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ ഒരു പൊട്ടക്കിണറുണ്ട്. ഈ പൊട്ടക്കിണറിലാണ് കാട്ടാനക്കുട്ടി വീണത്. നമുക്ക് അവിടേക്ക് തന്നെ എത്താം. ഈ റോഡ് ഉപരോധ സമരം മൂലം വാഹനങ്ങളും മറ്റും പാതി വഴിയിൽ സർവീസ് അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. അതേസമയം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല, പലപ്പോഴും അനുകൂലമായി പ്രതികരിക്കാറില്ല തുടങ്ങിയ ആക്ഷേപങ്ങളാണ് നാട്ടുകാർ ഉയർത്തുന്നത്. ഇതാ കാട്ടാനക്കുട്ടി വീണ കിണർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഇത് സാജു എന്ന് പറയുന്ന ഒരാളുടെ വീടാണ്. ആ വീടിനോട് ചേർന്ന്, വീടിൻ്റെ മുറ്റത്തോട് ചേർന്നാണ് ഈ കിണറുള്ളത്. ഇതാ ഈ കാണുന്ന കിണറിലാണ് ആനക്കുട്ടി വീണത്. ഇതാ മനുഷ്യർ വഴിയുണ്ടാക്കുന്ന പോലെ തന്നെ ഇതാ ഒരു ചെറിയ കിണർ, ഒരു പൊട്ടക്കിണർ, ചെറിയ കിണർ, മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് കിണർ. ഈ കിണറിൽ നിന്ന് ഈ അമ്മയാന തന്നെ ഇവിടെ ഇതാ ആനയുടെ കാൽപ്പാടുകളൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. ഒന്നിൽ കൂടുതൽ ആനകൾ ഉണ്ടായിരുന്നു. ആനപ്പിണ്ടത്തിൻ്റെ മണമുണ്ട്, നമുക്ക് കാണാം. കുറച്ച് സമയമായുള്ളൂ ആന ഇവിടെ നിന്ന് കയറിപ്പോയിട്ട്. ഇതാ ഈ കിണറിൽ നിന്ന് ഈ കാട്ടാന സ്വയം മണ്ണ് ഇടിച്ച് ഈ ആനക്കുട്ടിയെ കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു. മാത്രമല്ല ഈ ആനക്കുട്ടി വീണ് കഴിഞ്ഞപ്പോൾ ഒന്നിലധികം കാട്ടാനകൾ ഈ പരിസരത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ നാട്ടുകാർക്ക് ഇതിനടുത്തേക്ക് എത്താൻ പറ്റിയില്ല. ആളുകൾ ആനയെ കയറ്റിവിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒച്ച ഇടുന്നുണ്ടെങ്കിലുമൊക്കെ ആനക്കൂട്ടം കയറിപ്പോകാൻ കൂട്ടാക്കാതെ കാത്തു നിൽക്കുകയായിരുന്നു. ഈ കണ്ടോ വാഴകളൊക്കെ കിടപ്പുണ്ട്. ഈ വാഴയൊക്കെ പറിച്ചിട്ട് ഒരു തരത്തിൽ കുഴി നികത്തിയാണ് ഈ കുട്ടിയാനയെ മറ്റ് ഉണ്ടായിരുന്ന ആനക്കൂട്ടം കയറ്റിക്കൊണ്ട്